ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വടകരയിൽ വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യമായി പ്രചരിപ്പിച്ചത് അമ്പാടിമുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിലാണെന്ന് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. ഇതിൻ്റെ അഡ്മിൻ മനീഷിനെ ചോദ്യം ചെയ്തപ്പോൾ റെഡ് ബറ്റാലിയൻ എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് പോസ്റ്റ് ലഭിച്ചതെന്ന് വ്യക്തമായി. അമൽറാം എന്നയാളാണ് ആദ്യമായി ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ഇട്ടത്. അമൽറാമിന് ഈ പോസ്റ്റ് ആദ്യമായി ലഭിച്ചത് റെഡ് എൻകൗണ്ടർ എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണെന്നും കണ്ടെത്തി. റിബീഷ് എന്നയാളാണ് ഈ ഗ്രൂപ്പിൽ പോസ്റ്റ് ഇട്ടത്. ഡിവൈഎഫ്ഐ വടകര മേഖലാ നേതാവാണ് റിബീഷ്. എവിടെ നിന്നാണ് സ്ക്രീൻഷോട്ട് കിട്ടിയതെന്ന് വ്യക്തമാക്കാൻ റിബീഷ് തയ്യാറാകുന്നില്ലെന്നും ഇയാളുടെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ കാഫിർ സ്ക്രീൻഷോട്ടിൻ്റെ ഉറവിടം വ്യക്തമായിട്ടും ഇവർക്കെതിരെ കേസെടുക്കാത്തത് ഗുരുതരമായ വീഴ്ചയാണെന്ന് പരാതിക്കാരനായ കാസിം തിരുവള്ളൂർ ആരോപിച്ചു. ഞങ്ങൾ ആദ്യമേ പറയുന്നത് ഇത് ഇടതനുകൂല സൈബർ വാളുകളിൽ നിന്നാണ് ഇത് പ്രത്യക്ഷപ്പെട്ടത് എന്നുള്ളതാണ്. അത് തെളിയിക്കുന്ന രീതിയിലാണ് ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേരള പോലീസ് നൽകിയിട്ടുള്ള റിപ്പോർട്ട് കണ്ടപ്പോൾ മനസ്സിലാകുന്നത്. എന്നിരുന്നാലും ഇതിലുള്ള ഒരു പ്രയാസം എന്ന് പറയുന്നത് നിലവിൽ എല്ലാവരും സാക്ഷികളാണ്. ഇതിൽ പ്രതിയായിട്ട് ഒരാളെപ്പോലും ചേർത്തിട്ടില്ല എന്നുള്ള വളരെ ഖേദകരമായ ഒരു സാഹചര്യത്തിലാണ് പോലീസിൻ്റെ റിപ്പോർട്ട് കണ്ടപ്പോൾ മനസ്സിലാക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF-നെതിരെ വടകരയിൽ CPM-ന്റെ പ്രധാന ആയുധമായിരുന്ന കാഫിർ സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ പാർട്ടിയെ തന്നെ തിരിഞ്ഞുകുത്തുന്നത്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.